ഹലോ ഹായ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണെങ്കിൽ ഡിഷ് എന്ന് പറയുന്നെങ്കിലും കൊഞ്ച് ഫ്രൈ എന്ന് പറയാം. അപ്പോഴത്തേക്ക് അതിനാവശ്യമുള്ള സാധനം ശേഷം കടുക് പൊട്ടിക്കണം. പൊട്ടി വരികയാണ്. അപ്പോൾ ശേഷം ഒരു കഷ്ണം ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല നാടൻ കരിവേപ്പിലയാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് നട്ട് വളർത്തി എടുത്തിരിക്കുന്നത്. വേനലായതുകൊണ്ട് എല്ലാം പോയി. അപ്പോൾ ഇത്രയുണ്ട് ബാക്കി. അത് കൂടെ ഇട്ട് കൊടുക്കും. കുറച്ചേ ഉള്ളൂ കുറച്ച്. അപ്പോഴത്തേക്ക് ഒരു സവാളയും ഒന്നര സവാള നല്ല എടുത്തതിൻ്റെ ബാക്കി ഇരുന്നതും എല്ലാം കൂടെ ഇട്ട് വറ്റൽമുളക് കൂടി ഇടണം. പക്ഷേ വാങ്ങിച്ചതിൽ തീർന്നു പോയി, അതുകൊണ്ട് അത് ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി. സവാള ഇട്ട് കൊടുത്തു. ഒറ്റ കയ്യിലിങ്ങനെ ഫോണും പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടിങ്ങനെ പാചകം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യുക. കൂടെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണണ്ട. കാരണം എന്ന് പറയുമ്പോൾ അടുക്കളയുടെ ഭാഗത്താണ്, ഗ്യാസ് വെച്ചിരുന്നതിൻ്റെ അടുത്താണ്. ജനലെല്ലാം ചെത്ത് പൊടിഞ്ഞു പോയി. അതിൻ്റെ അടികളൊക്കെ കാണാം. വേറെ ഒന്നും കയറാതിരിക്കാൻ അടച്ച് കെട്ടിപ്പറച്ചിട്ട് വച്ചിരിക്കുകയാണ്. അത് നോക്കണ്ട. അത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് മതി. ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൈ കൊണ്ടാണ് ചെയ്യുന്നത്. കൈ വൃത്തിയില്ല എന്ന് പറയുന്നത്. കൈയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് തന്നെയാണ് പാചകം ചെയ്യുന്നത്. എല്ലാം കൂടെ ഇട്ട് ഒന്ന് ചുവന്ന് വരണം. ഇതിൽ ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് മതി. ഞാൻ നല്ല നിപ്പിലുണ്ടാക്കിയതാണ്. വലിയ തയ്യാറെടുപ്പുകളൊന്നുമില്ല. എൻ്റെ വീട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒന്നങ്ങ് കഴിഞ്ഞ് ഓടിപ്പോകുന്നു. ഇതിനിടയ്ക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അറിയില്ല, എന്നാലും അതൊക്കെ എടുത്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടും. എല്ലാം നിങ്ങൾ തന്നെ കണ്ട് സഹിക്കണം. അപ്പോൾ അടുത്ത സെറ്റപ്പ് ക്യാമറ ഒന്ന് പിടിച്ചു തരാൻ ആരുമില്ല ഗൈസ്. എങ്ങനെ ഇത് ചെയ്യും? എല്ലാം കൂടെ ഇപ്പോൾ പോവും. ഒരു സെക്കൻഡ്. അപ്പം
അടുത്ത മഞ്ഞൾപ്പൊടി, മസാല, എന്നിട്ട് ഒരു 3 സ്പൂണാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ളത്. ഇത് കുറച്ച് വയ്ക്കാം. കൊഞ്ച് അകത്തോട്ട് വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചും ഇത് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല, ചില വെള്ളം ഒഴിച്ച് പിന്നെ ഈ കട തുറക്കുന്നതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ അലർജിയുടെ പ്രശ്നമുള്ള നമ്മുടെ അടച്ചേച്ച് കഴിക്കണം. ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്ത് കഴിക്കുക. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേവട്ടെ എന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം ഞാൻ തീ ഓഫ് ചെയ്യണേ. എല്ലാം നല്ല പരുവായിട്ടുണ്ട് ഗൈസ്. ഞാനപ്പോൾ അതിനെ വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി കരിയേപ്പിലയും കൂടെ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.